പുൽപ്പള്ളിയിൽ നിന്ന് സീതയെ പാക്കത്തപ്പൻ പുറത്താക്കുകയാണ്. അങ്ങനെ കുന്നും മല ഇറങ്ങിപ്പോകുന്ന സീതയെ ഇടവഴിയിൽ വെച്ച് രാമനും ലക്ഷ്മണനും കാണുകയാണ്. പക്ഷെ അവർക്ക് സംസാരിക്കാൻ പറ്റിയില്ല. അവരങ്ങോട്ട് കടന്നു പോകുന്നു. രാവണൻ വരുന്നു. രാവണൻ കാണുന്നു, രാവണൻ സംസാരിക്കുന്നു. രാവണൻ സീതയുമായിട്ട് അനുരാഗമാകുന്നു. എന്നിട്ട് സീതയെ സ്നേഹപൂർവ്വം ലങ്കയിലേക്ക് കൊണ്ടുപോവാണ്. അടിയ സമുദായത്തിൻ്റെ മല്ലപ്പനും സിദ്ധപ്പനും നെഞ്ചപ്പനും അതേപോലെ തന്നെ തിരുനെല്ലി പെരുമാളും കൊട്ടിയൂർ പെരുമാളും ഒക്കെ ഇതിൽ കഥാപാത്രങ്ങളായി വരുന്നുണ്ട്. സീതയെ രാമൻ കണ്ടുമുട്ടുന്നത് മുതൽ സീത ഭൂമി പിളർന്ന് പോകുന്നത് വരെയുള്ള ഭാഗങ്ങളാണ് വയനാടൻ രാമായണത്തിലുള്ളത്. കഥാസന്ദർഭങ്ങളെല്ലാം വയനാട്ടിലെ പുൽപ്പള്ളിയിലും തിരുനെല്ലിയിലും മാനന്തവാടിയിലുമായാണ് നടക്കുന്നത്. അയോധ്യയാകട്ടെ കുടകിലുമാണ്. രാമായണത്തിലെ സംഭവങ്ങൾക്ക് കാലഗണന നിശ്ചയിക്കാൻ ശ്രമങ്ങൾ നടക്കുന്ന പുതിയ കാലത്ത് വയനാടൻ രാമായണം അടക്കമുള്ള ബഹുസ്വര വായനകൾക്ക് ഏറെ പ്രാധാന്യമുണ്ട്. ഇതൊരൊറ്റ പാഠത്തിലേക്ക് ചുരുക്കുമ്പോൾ അതിനെ ചരിത്രവൽക്കരിക്കുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഇത്തരം സബാൾട്ടൻ ടെക്സ്റ്റുകളെ മുഴുവനും റദ്ദ് ചെയ്യപ്പെടുകയാണ്. അത് ഒരർത്ഥത്തിൽ രാമായണ സംസ്കാരത്തിൻ്റെ മേലുള്ള ഒരു കടന്നുകയറ്റായിരിക്കും. വയനാടൻ രാമായണത്തിൻ്റെ ഇംഗ്ലീഷ് വിവർത്തനവും പുറത്തിറങ്ങിയിട്ടുണ്ട്. മീഡിയ 1 കോഴിക്കോട്.